CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിണറായി വിജയനെ സന്ദർശിച്ച് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്തെ വാടക വീട്ടിലെത്തിയാണ് സതീശൻ വെള്ളിയാഴ്ച പിണറായിയെ സന്ദർശിച്ചത്. വസതിയിലെത്തിയ സതീശനെ പിണറായി വിജയനും കുടുംബവും സ്വീകരിച്ചു. തന്റെ ബാല്യകാല സുഹൃത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയതിന്റെ ആവേശത്തിലാണ് കസനാട്ടുകര കൊടക്കാട് മെഡിക്കൽ ഷോപ്പ് നടത്തിവരുന്ന ജയശങ്കർ. മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് സ്വദേശിയായ ജയശങ്കറും നിയുക്ത മുഖ്യമന്ത്രി സതീശനും സ്കൂൾ കാലഘട്ടം മുതൽക്കേ സുഹൃത്തുക്കളായിരുന്നു. SSLC ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയ ശതമാനം. 30,514 പേർ ഫുൾ A+ നേടി. ചെർപ്പുളശ്ശേരി കാരാട്ടുകുറിശി ആറങ്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കളംപാട്ട് താലപ്പൊലിയോടനുബന്ധിച്ചുള്ള കാളവേല ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. മേടമാസം മുഴുവൻ നടത്തിവന്ന കളംപാട്ടിന്റെ സമാപന ഭാഗമായാണ് കാളവേലയോട് കൂടിയ താലപ്പൊലി നടന്നത്. പിണറായി വിജയനെ സന്ദർശിച്ച് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്തെ വാടക വീട്ടിലെത്തിയാണ് സതീശൻ വെള്ളിയാഴ്ച പിണറായിയെ സന്ദർശിച്ചത്. വസതിയിലെത്തിയ സതീശനെ പിണറായി വിജയനും കുടുംബവും സ്വീകരിച്ചു. പിണറായി വിജയനെ വീട്ടിലെത്തി കാണുമെന്ന് നേരത്തെ സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സതീശൻ സന്ദർശനം നടത്തിയത്. ശാസ്തമംഗലത്തെ അടൂർ പ്രകാശിന്റെ വീട്ടിൽ നിന്നാണ് ഇവിടേക്ക് എത്തിയത്. പിണറായി ഭാര്യയ്ക്കും മക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒപ്പം വന്നാണ് സതീശനെ സ്വീകരിച്ചത്. VK പ്രശാന്ത്, കടകംപള്ളി സുരേന്ദ്രൻ, ആനാവൂർ നാഗപ്പൻ തുടങ്ങിയ CPM നേതാക്കൾ സന്ദർശന സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായി സതീശനെ AICC പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെയും CPM തീരുമാനിച്ചിരുന്നു. CPM സംസ്ഥാന സമിതിയിലാണ് തീരുമാനം കൈക്കൊണ്ടത്. കഴിഞ്ഞ 5 വർഷം നിയമസഭയിൽ സതീശൻ പ്രതിപക്ഷ നേതാവും പിണറായി മുഖ്യമന്ത്രിയുമായിരുന്നു. ഇനി പിണറായി പ്രതിപക്ഷ നേതാവും സതീശൻ മുഖ്യമന്ത്രിയുമായി സഭയിലുണ്ടാകും. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ നമ്മളൊരു പ്രധാനപ്പെട്ട ദൌത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റണത്? ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷൻ ആണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചോ? അതിപ്പോ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. പങ്കെടുക്കുമെന്നാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും. CCN ചെർപ്പുളശ്ശേരി. തന്റെ ബാല്യകാല സുഹൃത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയതിന്റെ ആവേശത്തിലാണ് കസനാട്ടുകര കൊടക്കാട് മെഡിക്കൽ ഷോപ്പ് നടത്തിവരുന്ന ജയശങ്കർ. മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് സ്വദേശിയായ ജയശങ്കറും നിയുക്ത മുഖ്യമന്ത്രി സതീശനും സ്കൂൾ കാലഘട്ടം മുതൽക്കേ സുഹൃത്തുക്കളായിരുന്നു.
എറണാകുളത്തെ വിസ്ഡം ഇൻസ്റ്റിറ്റ്യൂഷനിൽ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ഇരുവരും. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം ഉപരിപഠനത്തിനായി 2 വഴികളിലേക്ക് പിരിഞ്ഞ ഇവർ ആശയവിനിമയ സൗകര്യങ്ങൾ കുറവായിരുന്ന അക്കാലത്ത് പിന്നീട് പരസ്പരം കണ്ടിരുന്നില്ല. നീണ്ട 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2024 സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ തച്ചനാട്ടുകര കൊടക്കാട് സഹകരണ ബാങ്ക് ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത്. വർഷങ്ങൾക്കിപ്പുറം കണ്ടിട്ടും തന്റെ പേര് പോലും മറക്കാതെ സതീശൻ സ്നേഹത്തോടെ ചേർത്തണച്ച നിമിഷം നിറഞ്ഞ കണ്ണുകളോടെയാണ് ജയശങ്കർ ഓർത്തെടുക്കുന്നത്. ഞാൻ വി ഡി സതീശൻ ഒന്നിച്ച് SSLC ബാച്ചിൽ പഠിച്ചതാണ്. പക്ഷേ സൗഹൃദങ്ങൾ വളരും തോറും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ജോലി തേടി വിദേശ രാഷ്ട്രങ്ങളിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം പഠിച്ച് ഒരു LLB കഴിഞ്ഞ് അഡ്വക്കേറ്റായി രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിത സാഹചര്യത്തിന് വേണ്ടി വിദേശ രാഷ്ട്രത്തിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോയിരുന്നു. ആ ബന്ധങ്ങൾ ഒരിക്കലും എനിക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയാത്ത സമയത്ത് എന്നെ ഓർത്തുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തായി മാറാൻ വി ഡി സതീശന് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദ്ഘാടന വേളയിൽ വെച്ച് ഞാൻ എൻ്റെ സൗഹൃദം എൻ്റെ പെങ്ങളുടെയും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നില്ലേ CP ജയശങ്കർ, എൻ്റെ പേരെടുത്ത് ചോദിച്ചപ്പോഴാണ് സത്യത്തിൽ എൻ്റെ കണ്ണിൽ നിന്ന് 2 കണ്ണീരുറ്റിയത്. ഇത്രയും വലിയ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പോലും ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് ഈ രാജ്യം അല്ലെങ്കിൽ കേരളം ഭരിക്കേണ്ടത് എനിക്ക് തോന്നിയ നിമിഷം തന്നെയായിരുന്നു അത്. ആ കണ്ടുമുട്ടൽ പിന്നീട് എന്നും സൗഹൃദമായി നിലനിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ സൗഹൃദം ഇപ്പോഴും നിലനിന്ന് പോകുന്നുമുണ്ട്. വി ഡി സതീശൻ്റെ വിജയത്തിന് ഞാൻ ചെറിയൊരു അഹങ്കാരം എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹം തന്നെ ജയിച്ചു വരണമെന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ആവണം, പടത നയിച്ചവൻ എൻ്റെ രാജ്യം നയിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ സുഹൃത്തിന്റെ കൈകളിൽ കേരളം ഭദ്രമായിരിക്കും എന്ന കടുത്ത ആത്മവിശ്വാസമാണ് തനിക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. സുഹൃത്ത് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നേതൃത്വപാഠമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. 35 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരു സുഹൃത്തിനെ ഒരു ഉദ്ഘാടന വേളയിൽ വീണ്ടും തിരിച്ചറിയുകയും ആ സൗഹൃദം പുനഃസ്ഥാപിക്കാനും സാധിച്ച ഏറ്റവും വലിയൊരു നേതാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഓർമ്മകളിൽ നിന്ന് ഒരു വ്യക്തി എങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവാവണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് രാഷ്ട്രീയത്തിന് അതീതമായി ഉണ്ട് എന്നുള്ളതാണ് വി ഡി സതീശനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ആദ്യമായുള്ളൊരു കാര്യം. രാഷ്ട്രീയത്തിൽ പല വിഷയങ്ങളുണ്ടാവും, പല വിചാരങ്ങളുണ്ടാവും, വിവേക ബുദ്ധികളുണ്ടാകും. പക്ഷേ ഇതൊന്നും കാഴ്ചവെക്കാതെ മനുഷ്യൻ എങ്ങനെ മനുഷ്യനെ സ്നേഹിക്കണമെന്നും എങ്ങനെ ഒരു മുഖ്യമന്ത്രി ആയി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രീയക്കാരിൽ നിന്ന് പഠിക്കേണ്ട കുറേ പാഠങ്ങൾ വി ഡി സതീശനിൽ നിന്ന് ഓരോ വ്യക്തികളും പഠിച്ചെടുക്കണമെന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് വി ഡി സതീശന് 1000 അഭിവാദ്യങ്ങൾ ആദ്യം വീണ്ടും ഞാൻ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് ശക്തമായി നയിക്കുവാനും ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ എൻ്റെ പ്രിയ സുഹൃത്തിന് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരക്കുകൾക്കൊടുവിൽ നേരിട്ട് കണ്ട് തന്റെ സന്തോഷം പങ്കുവയ്ക്കണമെന്ന ആഗ്രഹത്തിലാണ് ജയശങ്കർ ഇപ്പോൾ. എറണാകുളത്ത് നിന്ന് വർഷങ്ങൾക്ക് മുൻപ് താമസം മാറിയ ജയശങ്കറും കുടുംബവും പള്ളിക്കുറുപ്പിലാണ് ഇപ്പോൾ കഴിയുന്നത്. CCN ചെത്തല്ലൂർ. SSLC ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയശതമാനം. 30,514 പേർ ഫുൾ A+ നേടി. മൊത്തം വിജയം പരിശോധിക്കുമ്പോൾ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട റവന്യൂ ജില്ല 99.72%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ് 100%. ഫുൾ A+ ശതമാന കണക്കിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ A+ ഔട്ട് ഓഫ് ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു റോഡ് ദി എക്സാം അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. പിന്നെ ഫുൾ A+ ശതമാന കണക്കിൽ പരിശോധിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. 11.6% of children who wrote the exam from Kollam got full A+. 11.6% 11.6% of all the children who wrote the exam from Kollam got full A+. ഗൾഫ് സെന്ററുകളിലെ പരീക്ഷാഫലം പരിശോധിക്കുമ്പോൾ ഗൾഫിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു നമ്മൾ തയ്യാറാക്കിയിരുന്നത്.
അവിടെ പരീക്ഷയ്ക്ക് അസസ് ചെയ്യപ്പെട്ടത് 631 കുട്ടികളാണ്. എല്ലാവരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ സെന്ററുകളുടെ ഫലം പരിശോധിക്കുമ്പോൾ 9 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ട് 386 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതി. 377 പേർ വിജയിച്ചു. 97.67% ലക്ഷദ്വീപിന്റെ വിജയ ശതമാനം. അവിടെ 6 സെന്ററുകൾ 100% വിജയം കൈവരിച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്റർ മലപ്പുറം എടരിക്കോടില് PKMMHSS 2030 കുട്ടികൾ 2030 വിദ്യാർത്ഥിനികളാണ് ആ സ്കൂളിൽ നിന്നും SSLC പരീക്ഷ എഴുതിയത്. അവരിൽ 2026 കുട്ടികൾ വിജയിച്ചു. 99.08% ആണ് വിജയ ശതമാനം. ആ സ്കൂളിൽ നിന്നും 152 കുട്ടികൾക്ക് ഫുൾ A+ ലഭിച്ചു. 4,14,290 പേർ പരീക്ഷ എഴുതിയതിൽ 4,10,456 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 30,514 പേർ ഫുൾ A+ നേടി. മാർച്ച് 5 മുതൽ മാർച്ച് 30 വരെയായിരുന്നു ഈ വർഷത്തെ പരീക്ഷകൾ നടന്നത്. ഏപ്രിൽ 14 മുതൽ മെയ് 2 വരെയായിരുന്നു മൂല്യനിർണ്ണയം. സംസ്ഥാനത്തെ 3031 കേന്ദ്രങ്ങളിലായി 4,14,290 പേർ പരീക്ഷ എഴുതിയിരുന്നു. ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലായി 386 കുട്ടികളും പരീക്ഷ എഴുതി. ഗൾഫ് മേഖലയിൽ 7 കേന്ദ്രങ്ങളിലായി 633 കുട്ടികൾ രജിസ്റ്റർ ചെയ്തെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇവർക്ക് ഇളവ് അനുവദിക്കേണ്ടി വന്നു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി കാരാട്ടുകുറിശി ആറങ്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കളമ്പാട്ട് താലപ്പൊലിയോടനുബന്ധിച്ചുള്ള കാളവേല ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. മേടമാസം മുഴുവൻ നടത്തിവന്ന കളമ്പാട്ടിന്റെ സമാപന ഭാഗമായാണ് കാളവേലയോട് കൂടിയ താലപ്പൊലി നടന്നത്. താലപ്പൊലി കൊട്ടിയറിയിക്കലോടെയായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. വൈകിട്ട് 5ഓടെ തട്ടകദേശങ്ങളിൽ നിന്ന് അലങ്കരിച്ചൊരുക്കിയ 40-ലേറെ ഇണക്കാളക്കോലങ്ങൾ വാദ്യഘോഷങ്ങളുടെയും ചവിട്ടുകളിയുടെയും അകമ്പടിയോടെ ആറങ്കുന്നത്തു കാവിലേക്ക് പുറപ്പെട്ടു. ചെത്തല്ലൂർ രതീഷും സംഘവും അവതരിപ്പിച്ച നാഗസ്വരത്തോടെ വൈകുന്നേരത്തെ ചടങ്ങുകൾ ആരംഭിച്ചു. 7 മണിയോടെ പടുപ്പാങ്കുളം കാളയോടൊപ്പം കാരാട്ടുകുറിശി, എലിയപ്പറ്റ, കുറ്റിക്കോട് ദേശങ്ങളിലെ ഇണക്കാളക്കോലങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രദക്ഷിണം നടത്തിയതോടെ കാളയിറക്കത്തിന് തുടക്കമായി. എത്രയും പെട്ടെന്ന് പ്രദക്ഷിണം വയ്ക്കണം. അതിനൊന്നും നിങ്ങൾ തന്നെ സൂക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
തുടർന്ന് ചളവറ, തൂമ്പായ, ചെർപ്പുളശ്ശേരി ദേശങ്ങളിലെ ഇണക്കാളകളെയും ക്രമത്തിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിച്ചു. രാത്രി 9-ന് പഞ്ചവാദ്യം അരങ്ങേറി. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ ഇണക്കാളകൾ നിശ്ചിത സ്ഥാനങ്ങളിൽ അണിനിരുന്നത് ഉത്സവത്തിന് മാറ്റുകൂട്ടി. കല്ലേക്കുളങ്ങര ആദർശിന്റെ തായമ്പകയ്ക്ക് ശേഷം ചെറുതാഴം വിഷ്ണുരാജും സതനം അശ്വൻ മുരളിയും ചേർന്ന് അവതരിപ്പിച്ച ഇരട്ട തായമ്പകയും നടന്നു. തുടർന്ന് കളം പൂജയ്ക്കു ശേഷം നടന്ന താളനിരത്തിൽ ഇടയ്ക്ക് പ്രദക്ഷിണം, നൃത്തം, കാളകളി, ചവിട്ടുകളി എന്നിവയോടെ ആഘോഷങ്ങൾ സമാപിച്ചു. CCN ചെർപ്പുളശ്ശേരി. ശക്തമായ ഇടിമിന്നലിൽ വീടിന് വ്യാപക നാശനഷ്ടം. ആര്യമ്പാവ് പരിയങ്ങാട് റിട്ടയർഡ് SI ബാലഗോപാലന്റെ വീട്ടിലെ അടുക്കളയിലെ തറയോടുകളാണ് മിന്നലേറ്റ് തകർന്നത്. മിന്നൽ പതിക്കുന്ന സമയത്ത് ഗൃഹനാഥ ദേവി അടുക്കളയിൽ ഉണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് പെട്ടെന്ന് ഓടിമാറിയതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. ശക്തമായ മിന്നലിൽ ചുമരിനോട് ചേർന്ന തറയോടുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ ഇൻവെർട്ടർ, ഫാനുകൾ എന്നിവ പൂർണ്ണമായും കേടുവന്നു. കൂടാതെ വീട്ടിലെ വൈദ്യുതി കണക്ഷനും താറുമാറായിട്ടുണ്ട്. ഏകദേശം 10,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുടമസ്ഥനായ ബാലഗോപാലൻ അറിയിച്ചു. ബാലഗോപാലന്റെ വീടിന് പുറമെ സമീപവാസിയായ പരിയങ്ങോട് രമണിയുടെ വീട്ടിലെ ഫാനുകൾ മിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. CCN ചത്തല്ലൂർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ നാട്ടുകൽ ഭീമനാട് റോഡിന് സമീപം 2 കാറുകളും സ്കൂട്ടിയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. സ്കൂട്ടിയിൽ സഞ്ചരിക്കുകയായിരുന്ന പുതുമനക്കുളമ്പ് സ്വദേശികളായ ബുർഹാൻ, സ്വാലിഹ്, സഹദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്നും മണ്ണാർക്കാട്ടേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ നിന്ന് വന്ന കാറും തമ്മിലാണ് ആദ്യം കൂട്ടിയിടിച്ചത്. അപകടത്തിന്റെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഒരു കാർ സമീപത്തെ മതിലിൽ ഇടിച്ചാണ് നിന്നത്.
കാറുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. റോഡരികിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന യാത്രക്കാരനും അപകടത്തിൽ നിസ്സാര പരിക്കേറ്റു. അതിവേഗത്തിൽ വാഹനം വരുന്നത് കണ്ട് ഇയാൾ ഓടി മാറിയതിനാൽ വലിയൊരു ദുരന്തം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു. CCN ചത്തല്ലൂർ. കാറിൽ കടത്തുകയായിരുന്ന മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് വ്യാഴാഴ്ച നടത്തിയ വാഹന പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത്. അലനല്ലൂർ കണ്ണംകുണ്ട് പടിപ്പുര സ്വദേശി മുഹമ്മദ് ഷാഹിനാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് കോട്ടോപ്പാടം വേങ്ങ ഭാഗത്തു നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഷാഹിൻ സഞ്ചരിച്ചിരുന്ന കാർ പോലീസ് തടഞ്ഞത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ യുവാവിന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് 9.68 ഗ്രാം MDMA കണ്ടെത്തുകയായിരുന്നു. ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയ ലഹരി മരുന്നിന്റെ ഉറവിടം കണ്ടെത്താനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ലഹരി മരുന്ന് എത്തിച്ചത് ആർക്കു വേണ്ടിയാണെന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. CCN മണ്ണാർക്കാട്. കേരള സർക്കാരിന്റെ ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ ഭാഗമായി മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ നടത്തുന്ന മഴയെത്തും മുൻപേ ശുചീകരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലെയും പ്രധാന അധ്യാപകരെയും ആരോഗ്യം, ശുചിത്വം എന്നിവയുടെ ചുമതലയുള്ള അധ്യാപകരെയും ഉൾപ്പെടുത്തിയാണ് ശില്പശാല നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മോഹൻദാസ് അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ V സിദ്ദിഖ് ക്ലാസ് എടുത്തു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന, വിദ്യാഭ്യാസ പദ്ധതി നിർവഹണ ഓഫീസർ ജമീല, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പൂജാരാജ് എന്നിവർ സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ 15ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നു. മെയ് 17 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മഞ്ചേരി ചെർണിയിലെ ക്രൗൺ കോൺഫറൻസ് ഹാളിലാണ് സമ്മേളനം നടക്കുക. SSLC പരീക്ഷയിൽ തുടർച്ചയായി 8ാം വർഷവും 100% വിജയം കൈവരിച്ച് ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഉന്നത പഠനത്തിന് അർഹത നേടി. ഈ വർഷം പരീക്ഷ എഴുതിയ 54 വിദ്യാർത്ഥികളിൽ 25 പെൺകുട്ടികളും 29 ആൺകുട്ടികളുമാണുള്ളത്. ഇവരിൽ 5 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി വിദ്യാലയത്തിന്റെ അഭിമാനമായി മാറി. ഗ്രാമപ്രദേശത്തെ ഈ വിദ്യാലയം തുടർച്ചയായി 8ാം വർഷമാണ് 100% വിജയം നിലനിർത്തുന്നത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി വിജയനെ സന്ദർശിച്ച് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്തെ വാടക വീട്ടിലെത്തിയാണ് സതീശൻ വെള്ളിയാഴ്ച പിണറായിയെ സന്ദർശിച്ചത്. വസതിയിലെത്തിയ സതീശനെ പിണറായി വിജയനും കുടുംബവും സ്വീകരിച്ചു. തന്റെ ബാല്യകാല സുഹൃത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയതിന്റെ ആവേശത്തിലാണ് കസനാട്ടുകര കൊടക്കാട് മെഡിക്കൽ ഷോപ്പ് നടത്തിവരുന്ന ജയശങ്കർ. മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് സ്വദേശിയായ ജയശങ്കറും നിയുക്ത മുഖ്യമന്ത്രി സതീശനും സ്കൂൾ കാലഘട്ടം മുതൽക്കേ സുഹൃത്തുക്കളായിരുന്നു. SSLC ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയ ശതമാനം. 30,514 പേർ ഫുൾ A+ നേടി. ചെർപ്പുളശ്ശേരി കാരാട്ടുകുറിശി ആറങ്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കളംപാട്ട് താലപ്പൊലിയോടനുബന്ധിച്ചുള്ള കാളവേല ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. മേടമാസം മുഴുവൻ നടത്തിവന്ന കളംപാട്ടിന്റെ സമാപന ഭാഗമായാണ് കാളവേലയോട് കൂടിയ താലപ്പൊലി നടന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.